വെറും 550 രൂപയ്ക്ക് 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവർ. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കും റിലയൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായിട്ട് നടപ്പാക്കുന്ന 10 ലക്ഷം രൂപ വരെയും പേഴ്സണൽ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവർ നൽകുന്ന ഒരു ഇൻഷുറൻസ് പോളിസിക്ക് ആനുവലായിട്ട് നിങ്ങൾ കൊടുക്കേണ്ട പ്രീമിയം വെറും 550 രൂപയാണ്. ഈ പോളിസി ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് മുഖാന്തരമാണ് വിതരണം ചെയ്യുന്നത്. ഈ പോളിസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ പോസ്റ്റ്മാൻ തന്നെയാണ്. നിങ്ങൾ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഫോർമാലിറ്റി വളരെ സിമ്പിളായിട്ട് യാതൊരുവിധ പേപ്പർ വർക്കും കൂടാതെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്കിതിന് വേണ്ടത് വാലിഡ് ആയിട്ടുള്ള ഒരു ആധാർ കാർഡ്, ഒരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇലക്ട്രോണിക്കലായിട്ട് നിങ്ങൾക്ക് ഈ പോളിസി കരസ്ഥമാക്കാം. ഈ പോളിസിക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഈ പോളിസിക്ക് അപ്ലൈ ചെയ്യുന്ന സമയം തന്നെ പോസ്റ്റ്മാൻ നിങ്ങൾക്ക് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ SB അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരും. അതിൽ 200 രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ 200 രൂപയ്ക്ക് ഉപരിയായിട്ട് 550 രൂപയാണ് ഇതിൻ്റെ ആനുവൽ പ്രീമിയമായിട്ട് നമ്മൾ കൊടുക്കുക. ഇതിന് മുന്നേ പബ്ലിഷ് ചെയ്ത ഒരു വീഡിയോയിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കും നിവ ബൂപ്പ ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായിട്ട് നടപ്പാക്കുന്ന 15 ലക്ഷം രൂപ ഇൻഷുറൻസ് കവർ ലഭിക്കുന്ന, അതും വെറും 899 രൂപ ആനുവൽ പ്രീമിയം നൽകുന്ന ഒരു ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് എന്തൊക്കെ പ്രോസസ്സാണ് നമ്മുടെ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഫോളോ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വെറും 899 രൂപയ്ക്ക് 15 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കവർ, അതായത് ക്യാഷ്ലെസ് ഹോസ്പിറ്റലൈസേഷൻ കവർ നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കൂ. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ മേജറായിട്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചാണ്. സാധാരണയായിട്ട് ഇതിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസിനെ ബേസ് ചെയ്താണ് വീഡിയോകൾ സാധാരണയായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഈ പർട്ടിക്കുലർ കേസിലും ഈ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവർ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഓഫീസിൽ വിസിറ്റ് ചെയ്ത് ഈ ഇൻഷുറൻസ് പോളിസിക്ക് ഞാൻ അപ്ലൈ ചെയ്യുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എൻ്റെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് എനിക്കിതിൻ്റെ പോളിസി ലഭിക്കുകയും ചെയ്തു. ഇനി എന്തൊക്കെയാണ് ഈ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവർ പോളിസി എടുത്താൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളിൽ നിന്ന് പരിശോധിക്കാം. ആക്സിഡൻ്റൽ ഡെത്തിന് 10 ലക്ഷം രൂപ ലഭിക്കും. ആക്സിഡൻ്റൽ ഡെത്തിന് 10 ലക്ഷം രൂപ ലഭിക്കും. പെർമനൻ്റ് ടോട്ടൽ ഡിസബിലിറ്റി അത് 10 ലക്ഷം രൂപ കവർ ചെയ്യുന്നുണ്ട്. പെർമനൻ്റ് പാർഷ്യൽ ഡിസബിലിറ്റിക്കും 10 ലക്ഷം രൂപ കവർ ചെയ്യുന്നുണ്ട്. രീതിയിൽ ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വരെയുള്ള മെഡിക്കൽ എക്സ്പെൻസസ് കവർ ചെയ്യുന്നുണ്ട്. OPDക്ക് 30,000 രൂപ കവർ ചെയ്യുന്നുണ്ട്. ഫാമിലിയുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് 25,000, ഫ്യൂണറൽ എക്സ്പെൻസസിന് വേണ്ടിയിട്ട് 5,000. ആക്സിഡൻറ്റ് മുഖാന്തരം പോളിസി ഹോൾഡർ മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ വീതം മാക്സിമം 2 കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. ടെററിസം മുഖാന്തരം ഉണ്ടാകുന്ന ഏതെങ്കിലും കാഷ്വാലിറ്റി ആണെങ്കിലും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഡെയിലി ക്യാഷ് ബെനിഫിറ്റ് ഹോസ്പിറ്റലൈസേഷൻ 500 രൂപ എന്ന് പറയുന്നുണ്ട്. പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇതിൽ ആയുഷ് ട്രീറ്റ്മെൻറ്റും കവർ ചെയ്യുന്നുണ്ട്. അതായത് മാക്സിമം 15 ദിവസം വരെയാണ് ഇതിൽ പറയുന്ന പീരീഡ്. ഇതിന് ഉപരിയായിട്ട് പലതരത്തിലുള്ള എക്സ്പെൻസസുകൾ റീംബേഴ്സ് ചെയ്യുമെന്ന് ഈ പോളിസി ഡോക്യുമെൻറ്റിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഇൻഷുറൻസ് പോളിസി എടുത്തതിന് ശേഷം 30 ദിവസം കഴിഞ്ഞ് ആക്സിഡൻറ്റ് നടന്നാൽ മാത്രമാണ് ഈ പോളിസി കവർ ആവുകയുള്ളൂ. ഈ പോളിസിയുടെ പ്രത്യേകതകൾ വിശദീകരിച്ചുകൊണ്ട് ഒരു വോയിസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് കേട്ടു നോക്കൂ. പോസ്റ്റ് ഓഫീസിൽ അപകട ഇൻഷുറൻസും ആരോഗ്യ ഇൻഷുറൻസും ആജീവനാന്തം റിന്യൂവൽ സൗകര്യത്തോടെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭിക്കും. തപാൽ വകുപ്പിൻ്റെ ബാങ്കായ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിലാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസിന് പുറമെ കുറഞ്ഞ തുകയിൽ അപകട ഇൻഷുറൻസും ലഭിക്കുന്നത്. വാർഷിക പ്രീമിയം വെറും 550 രൂപ മാത്രമാണ്. ഇതുവഴി 10 ലക്ഷം രൂപയുടെ കവറേജാണ് ലഭിക്കുന്നത്. കൂടാതെ നിരവധി നേട്ടങ്ങളാണ് ഇതുവഴി ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. 18 മുതൽ 65 വയസ്സ് വരെയാണ് പ്രായപരിധി. 65 വയസ്സിന് മുൻപ് ചേർന്നാൽ ആജീവനാന്തം പുതുക്കാൻ സാധിക്കും. ആർക്കൊക്കെ ഈ പോളിസി ലഭിക്കും? പോസ്റ്റ് ഓഫീസ് വഴി ഇടപാട് നടത്തുന്ന എല്ലാവർക്കും ഈ അപകട ഇൻഷുറൻസിൻ്റെ നേട്ടം ലഭിക്കില്ല.
ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രമാണ് ഈ പദ്ധതി അവതരിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് പ്രീമിയത്തിനൊപ്പം 200 രൂപ അധികമായി നൽകിയാൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിൽ അക്കൗണ്ട് തുറക്കാം. എന്തൊക്കെയാണ് അപകടങ്ങളുടെ കാറ്റഗറിയിൽ പെടുന്നത്? അപകടം എന്നാൽ റോഡ് അപകടം മാത്രമല്ല, വഴുതി വീഴുന്നതും പൊള്ളൽ, ജന്തുക്കളുടെ ആക്രമണം എന്നിവയെല്ലാം ഇതിലുൾപ്പെടും. റിലയൻസ് ജനറൽ ഇൻഷുറൻസുമായി ചേർന്നാണ് ഈ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നത്. ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ: അപകടമരണമല്ലെങ്കിൽ പൂർണ്ണ വൈകല്യത്തിന് ലഭിക്കുന്ന പരിരക്ഷ 10 ലക്ഷം രൂപയാണ്. അഡ്മിറ്റ് ചെയ്തുള്ള ചികിത്സയ്ക്ക് പരമാവധി 1 ലക്ഷം രൂപ വരെ. OP ചികിത്സ ചെലവിലേക്ക് പരമാവധി 30,000 രൂപ വരെ. അഡ്മിറ്റ് ചെയ്താൽ ചികിത്സാ ചെലവിന് പുറമെ ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷ് ഇനത്തിൽ 500 രൂപ ലഭിക്കും. 30 ദിവസം വരെ, ആദ്യത്തെ 48 മണിക്കൂർ കുറച്ചതിന് ശേഷം. അപകടമല്ലാതെ മറ്റ് അസുഖങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഡെയിലി ക്യാഷ് ലഭിക്കുന്നതല്ല. എന്നാൽ മെറ്റേണിറ്റി ഇനത്തിൽ 2,500 രൂപ വരെയും ലഭിക്കാം. വെയിറ്റിംഗ് പീരീഡ് 9 മാസമാണ്. 10 ലക്ഷം ക്ലെയിം വരുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പരമാവധി 1 ലക്ഷം രൂപ ലഭിക്കും. ഇത് 2 കുട്ടികൾക്ക് മാത്രം. ആക്സിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ പ്രവാസികൾക്ക് ഈ ഇൻഷുറൻസ് സ്കീമിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഈ ഇൻഷുറൻസ് സ്കീമിൽ ജോയിൻ ചെയ്യുന്നതിന് ഉള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ ഇന്നത്തെ വരെയും നിയമം അനുസരിച്ച് നിങ്ങൾക്ക് NRE അല്ലെങ്കിൽ NRO അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. അതിനാൽ പ്രവാസികളായിട്ടുള്ള വ്യക്തികൾക്ക് നിയമപരമായിട്ടുള്ള രീതിയിൽ ഈ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസിക്ക് അപ്ലൈ ചെയ്യാമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നിങ്ങളൊരു പ്രവാസിയായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുന്നേ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ വിളിച്ചന്വേഷിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചതിന് ശേഷം മാത്രം ഈ പോളിസി എടുക്കുക. നമ്മുടെ ലൈഫിൽ ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉണ്ട്. നാളെ എന്താ സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. നിങ്ങളില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ഒരു സപ്പോർട്ടാകാനും അതോടൊപ്പം തന്നെ ഏതെങ്കിലും ആക്സിഡൻറ്റ് മുഖാന്തരം നിങ്ങൾക്ക് ഡിസബിലിറ്റി സംഭവിച്ചാൽ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കുള്ള എക്സ്പെൻസസുകൾ മീറ്റ് ചെയ്യുന്നതിനും മറ്റും ഈ 10 ലക്ഷം രൂപ ഉപകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ഈ കൊടുക്കുന്ന തുച്ഛമായിട്ടുള്ള പ്രീമിയം ചില സമയങ്ങളിൽ നമ്മൾക്കോ നമ്മുടെ ഫാമിലിക്കോ ഉപകാരപ്രദമായിട്ട് വന്നേക്കാം. ഇൻഷുറൻസ് നമ്മുടെ ലൈഫിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ടേം ഇൻഷുറൻസും ഇതേപോലെ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവർ ലഭിക്കുന്ന പോളിസികളും ആരോഗ്യ ഇൻഷുറൻസും. തീർച്ചയായിട്ടും നിങ്ങൾ മറ്റേതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നതിന് മുന്നേ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എടുക്കുകയാണ്. നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഇൻഷുറൻസിന് വേണ്ടിയിട്ട് പോസ്റ്റ് ഓഫീസിൽ വിസിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോസ്റ്റ്മാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസിൻ്റെ കൂട്ടത്തിൽ തന്നെ 899 രൂപ കൊടുത്ത് 15 ലക്ഷം രൂപ ഹോസ്പിറ്റൽ കവർ ലഭിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമും കൂടി എടുക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള 1200ഓളം വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.